നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ റമദാൻ ലാസ്റ്റത്തെ 10ലാണ് നമ്മളിപ്പോൾ. ഇപ്പം ലാസ്റ്റത്തെ 10 നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് വാക്കിൽ മൊത്തത്തിൽ റമദാൻ മാസത്തിൽ നമ്മളൊരു ചുരുക്കി എണ്ണി പറയുകയാണെങ്കിൽ 7 കാര്യങ്ങളെ കൊണ്ട് ധന്യമാകും. അതിൽ ഒന്ന് നോമ്പ് തന്നെയാണ്. ഈ നോമ്പ് വാസ്തവത്തിൽ മുൻകാല പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഇസ്ലാമികമായ മറ്റു ചില കാര്യങ്ങളെപ്പോലെ നോമ്പും ഘട്ടം ഘട്ടമായിട്ടാണ് നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. എന്തുകൊണ്ട്? മാസം 13, 14, 15 നോമ്പ് നോൽക്കുക എന്നുള്ളത് മുൻകാല പ്രവാചകന്മാരുടെ ഒരു ചര്യയായിട്ട് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ആഷുറായിന്റെ നാളിലും നോമ്പ് നോറ്റതായിട്ട് പ്രവാചകന്മാർ നോമ്പ് നോറ്റതായിട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആദ്യ സമയത്ത് ഈ ദിവസങ്ങളിലുള്ള നോമ്പ് നോൽക്കണമെന്ന് കൽപ്പിച്ചിരുന്നു. പിന്നെ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം റമദാൻ ആയതുകൊണ്ട് അതിൽ നോമ്പ് നോൽക്കണമെന്നുള്ള നിർബന്ധ കൽപ്പന വന്നപ്പോഴാണ് മറ്റുള്ളത് ഐച്ഛികമായി മാറിയത്. ഇപ്പൊ റമദാൻ മാസത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് നോമ്പ് തന്നെയാണ്.